പറഞ്ഞിരിക്കുന്നത് ബിലവഡ് ചിൽഡ്രൻ, പൊസിഷൻ ആൻഡ് ലൈഫ്. മലയാളത്തിലെ പ്രിയമക്കൾ. പ്രിയമക്കൾ എന്ന് പറയുമ്പോൾ പ്രിയമക്കൾ, സ്ഥാനവും ജീവിതവും. ഹല്ലേലൂയ. ഒരു പ്രത്യേക നടത്തിപ്പിലാണ്, അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ ഒരു ഗൈഡൻസിലാണ് ഞാൻ ഇന്ന് ഈ വചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ വീക്കെൻഡിൽ ശനിയും ഞായറുമായിട്ട് കർത്താവിൻ്റെ ദാസൻ അബ്രഹാം തോമസിലൂടെ നമുക്ക് വളരെ ശക്തമായിട്ട് നമ്മളോട് സംസാരിച്ചു. പ്രിയ മക്കൾ എന്ന ആ ബേസിലാണ് നമുക്ക് ദൈവം ആലോചനകൾ തന്നത്. അദ്ദേഹം നല്ല ഒരു ബേസ് ഇട്ടതായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാവരും അതിൽ വളരെയധികം എന്താ പറയുക, ആ കഴിഞ്ഞ സൺഡേയിൽ ഉള്ള ദൂത് നമുക്ക് വളരെ ആപ്റ്റായിരുന്നു, നമുക്ക് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് എല്ലാവരും സമ്മതിക്കും. എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ ശനിയാഴ്ചത്തെ മെസ്സേജും ഞായറാഴ്ചത്തെ മെസ്സേജും കൂടെ ചേർത്ത് ഞാൻ സെക്കൻഡ് സർവീസിന് ഒരു മെസ്സേജ് കൊടുക്കുകയുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജാണ്. അപ്പോൾ ആ ഒരു ഞാൻ വിചാരിക്കും നമുക്ക് ഏവർക്കും ഇവിടെ അപ്രകാരമായിരുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞ് മൺഡേ, അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ദൈവമക്കളാണ്. നമുക്ക് യെസ് അല്ലേ, നമ്മൾ ഒരുപാട് സാക്ഷ്യങ്ങൾ അതേപ്പറ്റി കേട്ടു അല്ലേ. നമ്മളെ ബൂസ്റ്റ് ചെയ്യിച്ചു. കർത്താവ് നമ്മളെ എങ്ങനെ ആയിരുന്നാൽ നമ്മളെ എങ്ങനെ കൊണ്ടുവരുമെന്നും എങ്ങനെ അസാധ്യങ്ങളെ സാധ്യമാക്കും എന്നൊക്കെ നമ്മൾ അതിലൂടെ കേട്ടു. ഇറ്റ് വാസ് എ ബ്ലെസ്സിങ്. അപ്പോൾ പ്രിയമക്കൾ എന്നുള്ള ചിന്തയിലാണ് ഞാൻ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഡിവോഷൻ ഞാൻ ബൈബിള് തുറന്ന് ഞാൻ വായിക്കുകയാണ്. വായിക്കുമ്പോൾ തന്നെ ആദ്യം കിട്ടിയ ആ പദം അത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ മെസ്സേജ് അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, ഈ ആഴ്ചയിൽ നല്ലൊരു ബേസ് ഉള്ളതുകൊണ്ട് ഈ ആഴ്ചയിൽ മെസ്സേജ് ഇതാകണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത് കൊണ്ടാണ്. തുടക്കമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആദ്യമായിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. സ്തോത്രം. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാണ്. നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്, നമ്മൾ പ്രിയമക്കളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാണ്? നമുക്ക് അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് നമ്മെ കണക്റ്റ് ചെയ്യുന്നു. ആ അബ്രഹാമിന് കൊടുത്ത അതേ അനുഗ്രഹങ്ങൾ മുഴുവനും എനിക്കും നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യമാകുന്നു. അതുകൊണ്ട് വാഗ്ദത്ത പ്രകാരം, ഇറ്റ്സ് എ പ്രോമിസ്, വാഗ്ദത്ത പ്രകാരം നമ്മൾ അവകാശികൾ ആകുന്നു എന്നുള്ളതാണ്. ഇനി 3 യോഹന്നാൻ 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവുമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ കേട്ടത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ വാഗ്ദത്ത പ്രകാരം അവകാശികളാണ്, നമ്മൾ പ്രിയ മക്കളാണ്, സന്തതികളാണ്, അബ്രഹാമിൻ്റെ സന്തതികളാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നു, നീ പ്രിയ മകനെ, നീ ഇവിടെ തിമോത്തിയോസിനോട് പറയുന്നതാണ്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവ് ശുഭമാവും, യു ആർ ഗുഡ് ഇൻ യുവർ സ്പിരിറ്റ്. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ത് വേണം? നീ ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. ഹെൽത്തി ആൻഡ് ഇൻ എവറിത്തിങ് യു ഷുഡ് ബി ഗുഡ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആദ്യം നമുക്ക് അവകാശവും ഒക്കെ ലഭിച്ചു, കാരണം ആ വാഗ്ദത്ത പ്രകാരം നമുക്ക് ലഭിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു നീ ഇങ്ങനെ ആയിരിക്കണം എന്ന്. ഇനി എന്നോട് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫുള്ള് പിറ്റേ ദിവസം രാവിലെ ചെല്ലുന്നത് ഈ ഒരു ചിന്തയിലാണ്. പ്രിയമക്കളായതുകൊണ്ട് ശുഭമായും സുഖമായും ഇരിക്കും. അതുപോലെ തന്നെ നമുക്ക് വാഗ്ദത്തത്താൽ നമ്മൾ അവകാശികളാണ് എന്നുള്ള നമ്മൾ നല്ല സാക്ഷ്യങ്ങളാണ്. ദൈവം അത്ഭുത പ്രവൃത്തികൾ ചെയ്തു, നമ്മുടെ ജീവിതത്തിലും ദൈവം വൻകാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പോടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത്. ഞാൻ എഫേസ്യ ലേഖനം വായിച്ചു കഴിഞ്ഞു, എന്നാൽ അതിൻ്റെ അവസാനത്ത് എത്തിയപ്പോഴാണ് ഈ ഒരു ഭാഗം വായിച്ചത്. കണ്ടിന്യൂസ് ആയി വായിക്കുന്നതാണ്. അതുകൊണ്ട് അന്ന് വായിച്ച വേദഭാഗം തുടക്കം തന്നെ കിട്ടിയത് ഇതാണ്. അപ്പോൾ ഞാൻ പ്രിയമക്കൾ എന്ന രീതിയിലാണ് ഞാൻ ചെല്ലുന്നത്. ആ സമയത്താണ് വീണ്ടും പ്രിയമക്കൾ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. അപ്പോൾ ഇവിടെ പ്രിയമക്കളെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഞാൻ മകനാണല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ, തിങ്കളാഴ്ച അതിരാവിലെ തന്നെ, എൻ്റെ അതിരാവിലെ 8 മണിക്കൊക്കെയാണ് കേട്ടോ, ബൈബിൾ വായിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ, ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചിന്തിക്കുകയുണ്ടായി.
ഞാൻ ശരിയാണ്, ഞാൻ ദൈവ പൈതലാണ്, ഞാൻ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അവകാശിയാണ്, എല്ലാം ഉണ്ടെന്ന് ഇവിടെ പറയുന്നു. ഒരു നീ ദൈവ പൈതലാണെങ്കിൽ നീ എന്നെ അനുകരിപ്പിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ഇനി ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ച്, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അപ്പോൾ ദൈവം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളോട് സംസാരിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്ന നമ്മൾ അവകാശികളാണ്, വാഗ്ദത്ത പ്രകാരം ഒക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഇവിടെ വ്യത്യാസം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ വന്നത് വേറൊരു എക്സ്പെക്റ്റേഷനിലാണ് അല്ലേ. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെ സാക്ഷ്യവും അതുപോലൊക്കെ ഉള്ളത് കൊണ്ട് ഒരു എക്സ്പെക്റ്റേഷൻ വന്നിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതേ പ്രിയമക്കൾ നീ ആയതുകൊണ്ട് നിനക്ക് എല്ലാം ഉണ്ട് എന്ന ഇതിൽ വന്നിരിക്കുന്ന എന്നോട് ദൈവം സംസാരിക്കുകയാണ്. പ്രിയമക്കൾ ആയതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ദൈവത്തെ അനുകരിപ്പിൻ. അപ്പോൾ 2 കോൺസെപ്റ്റാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കിതൊന്ന് സ്റ്റഡി ചെയ്യണം അല്ലെങ്കിൽ എന്നാണെന്ന് എനിക്ക് തോന്നി. കാരണം പെട്ടെന്നുണ്ടായതിനേക്കാൾ വേറൊരു ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ടാണ് ദൈവം കൊണ്ടുപോകുന്നത്. അപ്പോൾ നീ ദൈവത്തെ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ ഗലാത്യർ ലേഖനം അതിൻ്റെ അന്ന് വായിച്ചതാണ് വാക്യങ്ങളാണ്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പോൾ നമ്മൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നമുക്ക് അയച്ചു. അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായി? അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അപ്പോൾ നമ്മൾ ഇനി ദാസനല്ല, ഇനി നമ്മൾ പുത്രൻ. അപ്പം നമ്മൾ എന്തായി? അവകാശം. നമ്മുടെ സ്റ്റാറ്റസ് മാറിയതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. നമ്മുടെ സ്റ്റാറ്റസ് അല്ലേ, നമ്മുടെ ഒരു ദാസരൂപത്തിലിരുന്ന നമ്മെ, യേശുവിൻ്റെ കാര്യമല്ല, വിവർ എന്താ പറയുക, ദാസന്മാരായിരുന്നു. എന്നാൽ എന്തുണ്ടായി? നമ്മളിപ്പോൾ ദാസത്തിൻ്റെ ആത്മാവിനെ ഒന്നും അല്ല തന്നിരിക്കുന്നത്, എന്നാൽ തന്നിരിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. അങ്ങനെ നമ്മളെ ആ പൊസിഷൻ നമ്മുടെ മാറ്റി എന്ന ചിന്തയാണ് എനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ നമ്മുടെ ആ ഉണ്ടായിരുന്ന അവസ്ഥയെ ദൈവം എന്ത് ചെയ്തു? ഈ വാഗ്ദത്തം കൊണ്ട് ദൈവം മാറ്റി തന്നു. ഇനി സ്ലേവ്സ് അല്ല, അല്ലെങ്കിൽ അടിമകളല്ല, അല്ലെങ്കിൽ ദാസന്മാരായിട്ട് ഇരിക്കേണ്ടുന്നവരല്ല. എന്നാൽ നമ്മൾ നമുക്ക് എന്താണ്? നമ്മൾ അവകാശികളാണ്. നമ്മൾ പൊസിഷൻ മാറി. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ. ഇനി ഒന്നുകൂടെ വായിക്കാം. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ നമുക്ക് എന്തിനായിട്ട് നമ്മെ വീണ്ടും മുദ്രയിട്ടിരിക്കുകയാണ് നമ്മൾ വിശ്വസിച്ചപ്പോൾ. ഇതൊക്കെ നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമുക്ക് ലഭിച്ചതാണ്. നമുക്ക് എന്തുണ്ടായി? നമ്മെ ആ അവകാശത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? മുദ്ര ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ദാസ്യത്തിൻ്റെ ഒരു അവസ്ഥയിലായിരുന്ന നമ്മെ വിടുവിച്ചിപ്പോൾ പുത്രത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വാസ്തവത്തിൽ പ്രിയമക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു കാര്യം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ പൊസിഷൻ മാറി, നമ്മുടെ സ്റ്റാറ്റസ് മാറി. നമ്മൾ എന്തുണ്ടായി? നമ്മൾ ദാസ്യ ആ രൂപത്തിലിരുന്നവരെ നമ്മൾ എന്ത് ചെയ്തു? വിടുവിക്കപ്പെട്ട് നമ്മളിപ്പോൾ പുത്രത്വത്തിൻ്റെ ആ ലെവലിലേക്ക് നമ്മൾ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ രണ്ടും കൂടെ കമ്പയർ ചെയ്യാറ്. ഇപ്പോൾ സംസാരിക്കുന്നത് എന്നോട് പറയുന്നത് അങ്ങനെ പ്രിയമക്കളായതുകൊണ്ട് നീ ദൈവത്തെ അനുകരിപ്പിൻ, ദൈവത്തിനെ പിൻപറ്റുവിൻ, അല്ലെങ്കിൽ അവനെ ഫോളോ ചെയ്യണം, അവനുമായിട്ടുള്ളതായിരിക്കണം നിൻ്റെ ബന്ധം, അവനിൽ നിന്നാണ് നീ പഠിക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് അവിടെ പ്രിയമക്കളായതുകൊണ്ട് നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹം. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കിയപ്പോൾ 2 കാര്യം മനസ്സിലായി. ഒന്ന്, നമുക്ക് അവകാശത്തെക്കുറിച്ച് പറയുന്നു, നമ്മുടെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പറയുന്നു, അച്ചാരമായി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം എന്താണ്? ഇറ്റ് ടോക്ക് അബൌട്ട് അവർ ഐഡൻറ്റിറ്റി. നമ്മൾ ആരാണ് എന്നുള്ളതിനെ, നമ്മുടെ ഐഡൻറ്റിറ്റിയെ കാണിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന അവകാശം, നമുക്ക് പൊസിഷൻ മാറി, ദാസ്യത്തിൻ്റെ ആ അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പോൾ പുത്രത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി മാറി. വി ബിക്കം എന്താ പറയുക, ഈ ലോകത്തിൻ്റെ അതിപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെതായി. നമ്മുടെ ആ ഐഡൻറ്റിറ്റി മാറി. അങ്ങനെ മാറിയപ്പോൾ നമുക്ക് ഈ വാഗ്ദത്തത്തിലൂടെ അബ്രഹാമിലൂടെ ലഭിക്കുന്നതും അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതും എല്ലാ അനുഗ്രഹങ്ങളും അത് ഇറ്റ് ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ് സീംസ് ടു ബി ദ പൊസിഷൻ ചേഞ്ച്. നമ്മളെ ആ
എന്താ പറയുക, ഒരു അവസ്ഥയിൽ നമ്മൾ മാറ്റി ഒരു വേറെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിനെയാണ് അവർ കൂടുതലായിട്ട് അവിടെ സ്ട്രെസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ അഷ്വറൻസ്, നമുക്ക് ലഭ്യം തന്നിരിക്കുന്ന ആ ഉറപ്പ് മാത്രമല്ല, കാരണം നീ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നീ യോഗ്യനാണ്, അതുപോലെ തന്നെ നിൻ്റെ ഐഡൻറ്റിറ്റി നീ മാറിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ തന്ന് അതിന് അച്ചാരം തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ചാണ് അവർ കൂടുതലായിട്ട് നമ്മൾ പറയുന്നത്. ഇത് ഈ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ അഷ്വറൻസ്, നമ്മുടെ എന്താ പറയുക സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി, ഇതൊക്കെ എന്തുണ്ടായി മാറി എന്നാണ് പ്രത്യേകിച്ചും ആ വാക്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സ്തോത്രം. അതായത് നമ്മൾ പ്രിയ മക്കൾ ആയതുകൊണ്ട് നമ്മൾ എന്തുണ്ടായി, അബ്രഹാമിൽ നമ്മൾ അവകാശികളായി, അല്ലേ? അങ്ങനെ പിന്നെ അവകാശികളായി മാത്രവുമല്ല, നമുക്ക് നല്ല ഹോപ്പുണ്ട്, നല്ല സെക്യൂരിറ്റി ഉണ്ട്, അവനിൽ നമുക്ക് എല്ലാ അല്ലേ, അവൻ്റെ മക്കളായി കഴിഞ്ഞാൽ അതുമാതിരിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ ആ ബലത്തിലാണ്, അല്ലെങ്കിൽ ആ ഉറപ്പിലാണ് നമ്മൾ ആയിരിക്കേണ്ടത്. അപ്പോൾ ഏതൊരു വിശ്വാസിയും ഈ പ്രിയമക്കൾ ആയതുകൊണ്ട് നമ്മൾ അവകാശികളാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇൻഹെറിറ്റൻസ് ഉണ്ട്. മാത്രവുമല്ല നമ്മൾ എന്താണ് ദൈവമക്കൾ ആയതുകൊണ്ട് നമ്മളെ അവിടെ പറഞ്ഞിരിക്കുന്നു സകലത്തിലും നമ്മൾ ശുഭമായിരിക്കണം, ആത്മാവ് ശുഭമായിരിക്കണം എന്നെല്ലാം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റസ് ചേഞ്ചിനെ കുറിച്ചാണ് അവിടെ അധികമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പൊസിഷൻ ചേഞ്ചിനെ കുറിച്ച്, അതിനെക്കുറിച്ച് പറയുന്നത് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ എന്ന് പറയും. ഏതു വ്യക്തിയും കർത്താവിലായി കഴിഞ്ഞാൽ, വിശ്വസിച്ച് ദൈവ പൈതലായി കഴിഞ്ഞാൽ, ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട നമ്മുടെ ഉറപ്പിനെക്കുറിച്ച്, ധൈര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് ഉള്ള ഒരു കൂടുതലായിട്ടുള്ളൊരു ഉറപ്പാണ് ഈ വാഗ്ദത്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ, അപ്പോൾ ഈ കമ്പയർ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു, ഇതൊരു ട്രബിൾ ഫ്രീ ലൈഫാണെന്നുള്ളൊരു ഗ്യാരണ്ടി അവിടെ തരുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വചനങ്ങൾ കേട്ടപ്പോൾ നമുക്ക് എൻ്റെ ജീവിതം നമുക്ക് പലപ്പോഴും ഇങ്ങനെയായിരുന്നു, എന്നാൽ ഈ ജീവിതം മാറി ഇപ്പോൾ ഇങ്ങനൊരു ജീവിതമാണ്. അപ്പോൾ നമ്മുടെ ചിന്തയിൽ നമുക്ക് വരുന്ന ഒരു ചിന്തയുണ്ട്, എൻ്റെ ജീവിതവും ഇതുപോലെ മാറിയിട്ട് ഞാൻ ഇതുപോലെ ആയിരിക്കും എന്ന് വെച്ചാൽ പണ്ട് എനിക്ക് ഇല്ലാത്ത പല കാര്യങ്ങൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് എനിക്ക് ഒരു പല തരത്തിലുള്ള അനുഗ്രഹങ്ങളാകട്ടെ, ബ്ലെസ്സിങ് ആകട്ടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്, ഇല്ലേ? നമുക്ക് പെട്ടെന്ന് വരും. അതായത് ഞാൻ അവകാശിയാണ്, അതുപോലെ തന്നെ എല്ലാത്തിലും ശുഭമായിരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നു. നല്ല സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു, അല്ലേ? ഒന്നുമില്ലാത്തിടത്ത്, അല്ലെങ്കിൽ ഒരു ഇരിക്കാൻ പോലും സ്ഥലമില്ലാതിരുന്ന സമയത്ത് നിന്ന് അദ്ദേഹം ഉയർത്തി, അങ്ങനെ. അപ്പോൾ നമ്മുടെ ടെസ്റ്റിമണികളും ആ മെസ്സേജും കൂടെ കേട്ടപ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതവും അങ്ങനെയാകണം, അല്ലേ? എത്ര പേര് അങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? യെസ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എനിക്കും അതുപോലെ എൻ്റെ സാഹചര്യങ്ങൾ മാറിയിട്ട് നമുക്ക് ലഭിക്കുന്ന ആ വലിയ പൊസിഷനുണ്ട്, അല്ലെങ്കിൽ വലിയ നന്മകളുണ്ട്, അതിലേക്ക്. അപ്പം നമ്മുടെ ചിന്ത മുഴുവൻ അതിലേക്കാണ്. പിന്നെ എന്ത്, ഇനി ഒരു പ്രയാസമില്ലാത്ത കാരണം ഞാൻ മുന്നേ കുറേ കഷ്ടപ്പെട്ടതാണ്, കുറേ അനുഭവിച്ചതാണ്. അപ്പം അതുകൊണ്ട് ഇനിയുള്ള ജീവിതം എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് മാറി അപ്പം നമ്മൾ അറിയാത്തത് കൊണ്ടോ നമ്മൾ അവകാശം മനസ്സിലാക്കാത്തത് കൊണ്ടോ ദൈവപൈതലായി എന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല നമുക്ക് ഈ അനുഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം. പിന്നെന്താണ്? നമുക്ക് ഒരു വേദവാക്യം വായിക്കാം. നമ്മൾ വായിച്ചാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു നാം മക്കളാണ്, നമ്മൾ അവകാശികളാണ്. കാരണം അബ്രഹാമിൻ്റെ അവകാശം അല്ലെങ്കിൽ അനുഗ്രഹം മുഴുവനും നമുക്ക് ലഭിച്ചതാണ്. എന്നാൽ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നമ്മൾ ഇന്ന് കൃത്യമായിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ ആ അവകാശികൾ ക്രിസ്തുവിന് കൂട്ടാവകാശികളും തന്നെയാണ്. എന്നാൽ അടുത്ത് പറഞ്ഞിരിക്കുന്ന വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പോൾ അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. ഇത് ഏത് വാക്യത്തിൽ ഇട്ടിരിക്കുന്നത്? നാം അവകാശികളാണെന്നും യേശുക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളാണെന്നും പറഞ്ഞിരിക്കുന്ന അതേ വാക്യത്തിൽ തന്നെ ആണ് പറഞ്ഞിരിക്കുന്നത്, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പോൾ നമുക്ക് വരുന്ന കഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ.
പലപ്പോഴും നമ്മൾ നമ്മുടെ കഷ്ടങ്ങൾ ഇനി മാറിയിട്ട് നമ്മൾ കഷ്ടമില്ലാത്തൊരു ജീവിതത്തിലേക്കാണ് നമ്മുടെ ഫോക്കസ്. കാരണം ഞാൻ അവകാശിയായി, ദൈവ പൈതലായി, അതുകൊണ്ട് ഞാൻ ക്ലെയിം ചെയ്തു, ഇനി എനിക്ക് അതാണ് എന്ന ചിന്ത ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ അതേക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഇനി കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ട് പാപത്തിൻ്റെ പ്രവൃത്തി ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ അത് വേറെ വിഷയമാണ്. ഞാൻ അതേക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാം ദൈവമക്കളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പോയിന്റ് ഇതാണ്, നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമ്മുടെ പൊസിഷൻ എന്താണെന്ന് നമ്മൾ ഏത് സമയത്തും മനസ്സിലാക്കണം. ഞാൻ അവകാശിയാണ്, ആ അവകാശം എനിക്ക്, അത് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഇൻഹെറിറ്റൻസ്. മാത്രവുമല്ല നമുക്ക് ഇവിടെയും നമ്മൾ ശുഭമായിരിക്കണം. കാരണം എൻ്റെ ആത്മാവ് റെസ്റ്റഡ് ആണ്. കാരണം എൻ്റെ ആത്മാവിന് അറിയാം ഞാൻ ദൈവ പൈതലാണ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ അല്ലേ, ദൈവ പൈതലിൻ്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വലുതാണ്. അത് ഈ ലോകത്തിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്, അനുഭവിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ഷുവർ. പക്ഷേ എന്ന് കരുതി കഷ്ടമില്ലാത്ത, മുന്നേ ഞാൻ കഷ്ടത്തിലായിരുന്നു, ഇനി കഷ്ടമില്ലാത്തൊരു ജീവിതം ഞാൻ ദൈവ പൈതലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കും എന്ന് നമുക്ക് ഉറപ്പ് ലഭിക്കരുത്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ കഷ്ടം അനുഭവിച്ചാൽ തന്നെയാണ്. ഈ കഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, തെറ്റിലൂടെയുള്ള കഷ്ടത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എന്നാൽ ദൈവം നമ്മെ കടത്തിവിടുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ എല്ലാം ഞാൻ ദൈവപൈതലല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടോ ഒന്നും അല്ല. ദൈവം എന്നെ അവൻ്റെ തേജസ്സിലേക്ക് എന്നെ നടത്താൻ ചില വഴികൾ അവൻ കണ്ടിട്ടുണ്ട്. അതെനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ അവനുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ദൈവ പൈതലാണെന്നും അവകാശിയാണെന്നും അവൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നീ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീയും ശുഭമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കത് ചോദിക്കാം അല്ലേ. ഇത്രത്തോളം ദൈവം തരുന്ന ദൈവം തീർച്ചയായിട്ടും നമുക്ക് അത് ചോദിക്കാനുള്ള സാവകാശം ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ദൈവ പൈതലായിരിക്കുമ്പോൾ തന്നെ, ഞാൻ ഈ ക്രിസ്തുവിനോടുകൂടെ അവകാശിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്താണ്? അത് സകലവും എന്നിലൂടെ അവൻ്റെ തേജസ് വെളിപ്പെടുവാനാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. സ്തോത്രം, ഹല്ലേലൂയ. പാപം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമ. എന്നാൽ അത് ഉറപ്പുവരുത്തിയാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വേണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ദൈവം അനുവദിക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഇവിടെ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മക്കളെങ്കിലും അവകാശികൾ തന്നെയാണ്. ഈ അത് കൂട്ടവകാശികൾ, യേശുവിനെ ചേർത്ത് പിടിച്ചിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് കൂട്ടവകാശം തന്നെ. എന്നാൽ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലേ അത്രേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഷ്ടം വന്നാൽ കഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ ദൈവം തന്നെ നീക്കുപോക്ക് കൊണ്ടുവരട്ടെ. ദൈവം ചിലത് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അതിന് നീക്കുപോക്ക് ദൈവം വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് അടുത്തു വരാം. അപ്പോൾ ഇവിടെ എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ വാക്യങ്ങൾ ഞാൻ അത് ഒന്നുകൂടെ ചിന്തിക്കാൻ കാരണം ഇതാണ്. രണ്ട് തലമുണ്ടെന്ന് മനസ്സിലാക്കാൻ കാരണം ഇതാണ്. ഒന്ന്, നമുക്കുള്ള അവകാശം അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല അല്ലേ. നമ്മൾ നേരോടെ ജീവിച്ചാൽ, നമ്മൾ വചനപ്രകാരം ജീവിച്ചാൽ നമുക്ക് അത് നഷ്ടമാകുന്നില്ല. അത് നമ്മുടേതാണ്. ഈ അവകാശം നമുക്കുണ്ട്. എപ്പോഴുണ്ട്? നമുക്ക് അച്ചാരമായി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദിവസം തന്നെ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രിസർവ് ചെയ്യുന്നു, അതിനെ നമ്മൾ കൊണ്ടുപോകുന്നു. എന്നാൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അത് നമ്മൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ അവകാശം നമുക്ക് ഓൾറെഡി ഉണ്ട്. ദൈവമക്കളാണ്, പ്രിയ മക്കളാണ് എന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിച്ച നാളിൽ നമുക്കുണ്ട്. അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഷാൽ ഐ ഡു? ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഹല്ലേലൂയ. ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്തെങ്കിലും ചിലത് സംഭവിക്കുന്നത്? അല്ല, എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അല്ലേ. ഞാൻ വാട്ട് ഷാൽ ഐ ഡു? ഞാൻ ദൈവ പൈതലായതുകൊണ്ട് വാട്ട് ഷാൽ ഐ ഡു? ഹല്ലേലൂയ. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ്, അവിടെയാണ് ഞാൻ ഈ രണ്ട് തലങ്ങൾ ചിന്തിക്കാനായിട്ട് ഇട വന്നത്. ഇനി ഞാൻ എന്നോട് സംസാരിച്ച വാക്യങ്ങൾ 3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. എഫെസ്യർക്ക് ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പോൾ ഇവിടെ ദൈവത്തെ അനുകരിപ്പിൻ എന്ന് പറഞ്ഞ് അതിൻ്റെ ചില കാര്യങ്ങൾ അവിടെ, എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. പ്രിയമക്കളായതുകൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. അബ്രാഹാമിൻ്റെ സന്തതിയാണ്, ദൈവ പൈതലാണ്, യേശുവിനോടൊപ്പം കൂട്ടവകാശികളാണെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ അവിടെ പറയുന്നു. എന്താണത്?
ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് ആ. നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ദൈവമക്കളായതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതാണ്. മറ്റേ നിങ്ങളുടെ അവകാശമാണ്, അല്ലേ? നിങ്ങൾ എന്താ അബ്രഹാമിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ അവകാശിയായി എന്നുള്ളത് ബൈ ഡിഫോൾട്ട്, അത് ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. അത് നമ്മുടേതാണ്. നമ്മൾ ഏത് സമയത്തും കഷ്ടം വന്നാലും ഇല്ലെങ്കിലും നമ്മളത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് ദൈവം നമ്മളോട് ആലോചന പറയുന്നു. എന്നാൽ ദൈവപൈതലായിരിക്കുന്ന ഞാനും നിങ്ങളും ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുന്നത്. ഞാൻ ആദ്യം മുഴുവൻ വായിച്ചപ്പോൾ ആദ്യത്തെ 3 അധ്യായങ്ങളിലെ വാസ്തവമായിട്ടും നമ്മുടെ ഈ ഫൗണ്ടേഷണൽ ഡോക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് എഫേസ്യർ എന്ന് പറയുന്ന ആ സഭയ്ക്ക് അവർ ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൽ അവകാശികളും ഒക്കെ ആയിരുന്നിട്ടും അവരത് ഗ്രഹിക്കാതെ ജീവിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് 1, 2, 3 അധ്യായങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 3, 4, 5, 6 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഹൗ യു ഷുഡ് ലീവ്, എങ്ങനെയാണ് ദൈവ പൈതലായിട്ട് നിങ്ങൾ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവമക്കൾ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരുപോലെ കൊണ്ടുപോകേണ്ടുന്ന ആവശ്യകതയെപ്പറ്റി ദൈവം എന്നെ പഠിപ്പിച്ചു. അത് നമുക്ക് ഒരുമിച്ച് അത് ധ്യാനിക്കാം എന്നാണ് ചിന്തിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, അതിന് 2ാമത്തെ വാക്യം പറഞ്ഞിങ്ങനെയാണ്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ. ആരാണ് ഈ ആളുകൾ? പ്രിയമക്കൾ. പ്രിയമക്കൾ എന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ അനുകരിക്കണം. ദൈവത്തെ അനുകരിക്കാൻ നമുക്കൊരു മോഡൽ കാണിച്ചു തരികയാണ്. ആരാണ് ആ മോഡൽ? യേശു ക്രിസ്തു. അപ്പോൾ നീ ദൈവ പൈതലാണെങ്കിൽ എന്നെയും നിന്നെയും കുറിച്ച് ദൈവത്തിനുള്ള ഏറ്റവും വലിയ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ദൈവ പൈതലാണെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത്, മറ്റേ നമുക്ക് ഒന്നും ചെയ്യാനില്ല, വിശ്വസിക്കുക മാത്രം. എന്ത്? ഞാൻ അവകാശിയാണ്, ഇതെല്ലാം എൻ്റേതാണ്, അല്ലേ? എനിക്ക് അപ്പ പിതാവെന്ന് വിളിക്കാം, അതൊക്കെ എന്താണ്? എൻ്റെ അവകാശമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കും ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. വാട്ട് ഷാൽ ഐ ഡു ബിക്കോസ് ഐ എം എ ബിലവഡ് ചൈൽഡ് ഓഫ് ഗോഡ്. എന്ത് ചെയ്യണം? ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു തന്നെത്താൻ ഒരു യാഗമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞാനും നിങ്ങളും ഒരു സൗരഭ്യവാസനയായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കണം. ആരോടാ പറയുന്നത്? പ്രിയമക്കൾ. ഇന്ന് നമ്മൾ പറയുന്നത് പ്രിയമക്കളായതുകൊണ്ട് വി ആർ സോ ഗുഡ് ആൻഡ് വി ഹാവ് നത്തിങ് ടു വറി, എവറിത്തിങ് വിൽ കം. നമ്മുടെ ഫോക്കസ് അവിടെയാണ്. എന്ത്? നമുക്ക് എല്ലാം കിട്ടും, നമ്മൾ ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. എന്നാൽ പ്രിയമക്കൾ ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ചിലതുണ്ട്, നമ്മുടെ ആക്ഷൻസ് ഉണ്ട്. എന്താണ് ആക്ഷൻ? നമ്മുടെ ആക്ഷൻ നമ്മൾ യേശു ചെയ്തതുപോലെ എന്തോ വേണം? ഒരു യാഗമായി, ഒരു പാനീയാഗമല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. അത്ര എളുപ്പമുള്ള കാര്യമല്ലേ ഈ സ്നേഹത്തിൽ നടക്കാന്നുള്ളത്, അല്ലേ? അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി സ്നേഹത്തിൽ നടക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? വഴിപാടും യാഗവുമായിട്ട് യേശു അർപ്പിച്ചതുപോലെ നിന്റെ ജീവനെ നീ ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം എന്താണെന്നറിയാമോ? യു ആർ ബിലവഡ് ചൈൽഡ്. ഞാനും നിങ്ങളും ഹല്ലേലൂയ ഒരു പ്രിയ പൈതലായിട്ടുള്ള പവറിന് നമുക്ക് ലഭിച്ചത് കൊണ്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യം എന്താണ്? തന്നെത്താൻ സൗരഭ്യവാസനയായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അടുത്ത വാക്യം കൂടെ വായിച്ചേ, എല്ലാം വായിക്കാൻ സമയമില്ല. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ. അപ്പൊ പ്രിയമക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ അവകാശത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഗ്രഹിച്ച് ആ അവകാശത്തെ വീണ്ടും നമുക്ക് എന്താണ് നമ്മുടെ അനുഗ്രഹമാക്കി മാറ്റി നമ്മൾ മുന്നോട്ട് പോകുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അത് നമ്മൾ കാണേണ്ടത് അങ്ങനെയല്ല. കാരണം പ്രിയമക്കളായതുകൊണ്ടുള്ള അവകാശം ഒരിക്കലും പോകത്തില്ല. അത് വിശ്വസിച്ചപ്പോൾ നമുക്ക് ദൈവം തന്ന കാര്യമാണ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട കാര്യമാണ്. എന്നാൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഉത്സാഹിക്കേണ്ട ഒരു വിഷയമുണ്ട്, കൊണ്ടു നടക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താണ്? പ്രിയമകനായതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ അനുകരിക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യണം? യേശുവിനെ പോലെ
തന്നെത്താൻ ഒരു സൗരഭ്യ വാസന വഴിപാടുമായിട്ട് യാഗമായി എന്നെ അർപ്പിക്കണം. ഏതെല്ലാം സാഹചര്യത്തിലാണോ ദൈവം നമ്മെ ഹല്ലേലൂയ അതിനായിട്ട് സ്നേഹത്തിൽ നടക്കാനായിട്ട് അങ്ങനെ ഒരു നിയോഗം എൻ്റെ ജീവിതത്തിൽ എന്താണ് തരുന്നത്, അവിടെ ഞാൻ അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരാൾക്ക് ലഭിച്ചതുപോലെ ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ. എന്നാൽ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട്, ഒരു പ്രിയ മകനായതുകൊണ്ട്, പ്രിയ മകളായതുകൊണ്ട് ഞാൻ ബാധ്യസ്ഥനാണ് എൻ്റെ ദൈവത്തെ അനുകരിപ്പാൻ. ഞാൻ ദൈവ പൈതലായതുകൊണ്ട് എൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കുവാൻ അത് എൻ്റെ ദൈവം ബാധ്യസ്ഥനാണ്, ഞാനല്ല. ഹല്ലേലൂയ. ഞാൻ ദൈവ പൈതലായതുകൊണ്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കാൻ അത് ഞാനല്ല ബാധ്യസ്ഥൻ, എൻ്റെ ദൈവമാണ്. ഹി വിൽ ഡു ദാറ്റ്. എന്നാൽ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ ദൈവ പൈതലായതുകൊണ്ട് എൻ്റെ ദൈവത്തെ അനുകരിപ്പാൻ, യേശുവിനെ പോലെ പിൻപറ്റുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതിന് ഒരു ചില കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ വാക്യത്തിൽ ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ഇതൊന്നും നിങ്ങളുടെ ഉള്ളിലെ പേര് പറയരുത്. ആരായതുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ദൈവ പൈതലായതുകൊണ്ട്. ബിക്കോസ് യു ആർ ബിലവഡ് ചൈൽഡ് ഓഫ് ഗാഡ് ആൻഡ് യു ഷുഡ് വാക്ക് അക്കോർഡിംഗ് ടു ദ ബിലവഡ് ചൈൽഡ് ഓഫ് ഗാഡ്. ആമേൻ. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. സ്തോത്രം. അങ്ങനെയുള്ളൊരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. 1 പത്രോസ് 1:15-16. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. നിങ്ങളെ വിളിച്ച്, നിങ്ങളെ പ്രിയ മക്കളായിട്ടാ വിളിച്ചിരിക്കുന്നത്. ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ. നമ്മൾ ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ വാസ്തവമാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞു ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാകുവാൻ പ്രത്യേകിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഒന്ന്, നമുക്ക് ലഭിച്ചിരിക്കുന്ന പൊസിഷൻ, പവർ, അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന ഒരു മാറ്റവുമില്ല. അത് ഏത് സാഹചര്യങ്ങളിലും അതിന് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് അത് വിശ്വസിക്കുക. ദുഷ്ടൻ അതെടുത്ത് കൊണ്ടുപോകത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് അല്ലേ? ഒരു ദുഷ്ടനും അതെടുത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ദൈവം തന്ന അവകാശമാണ്. എന്നാൽ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്. എന്നെ അവൻ അത്രയും സ്നേഹിച്ച് ഞാൻ ഒരു പ്രിയ പൈതലായതുകൊണ്ട് ഐ നീഡ് ടു ഡു സംതിങ്. ഐ നീഡ് ടു ഗെറ്റ് ഇൻ ടു സം കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ. അത് ഞാൻ ശ്രദ്ധിക്കണം അല്ലേ? അതുകൊണ്ട് പറയുകയാണ് പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കണം. ഇവിടെ പറയുന്നു വിശുദ്ധനാകൊണ്ട് അല്ലേ? 1 പത്രോസ് 1:15-16 പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. പലപ്പോഴും നമുക്ക് ഈ വിശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ ഒരു അലർജിയാ. എന്നാൽ നമുക്ക് അതേ പ്രിയ മക്കൾക്ക് അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നമ്മൾ അതിൻ്റെ പുറകെയാ. എന്നാൽ ആ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം തരണം എന്നുള്ള അവൻ്റെ പ്രോമിസാണ്. അത് എൻ്റേതാ. ഞാൻ അതിനുവേണ്ടി ഉത്സാഹിക്കുകയാണ്. എന്നെ ആ മൈൻഡിലോട്ട് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം അതിന് ഒരിക്കലും തടസ്സം വരുത്തില്ല. ഞാൻ അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കണം. പക്ഷേ അവനൊരു വാഗ്ദത്തം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ദൈവപൈതലാണെങ്കിൽ ഞാൻ ഇങ്ങനെ അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, അവൻ എന്താ പറയുക, നീ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും ഞാൻ ശുഭമായിരിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ തന്നിരിക്കും. ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കേണ്ട. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നിരിക്കുന്നത് ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. നമുക്ക് അതിനുവേണ്ടി എന്താ ചെയ്യണം? പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. എന്നാൽ ആ പ്രിയ മകനാകാനായി, ആ മകനാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യം ഇതാണ്. എന്താണ്? ഞാൻ അവനെ അനുകരിപ്പാനായിട്ട് ഞാൻ ചെയ്യണം. എന്നെ കൊണ്ടാവുന്നു ഞാൻ ചെയ്യണം. ദിസ് ഐ മസ്റ്റ് ഡു. ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ പറ്റത്തില്ല. സ്നേഹത്തിന് എന്ത് വേണം? ഉത്സാഹിക്കണം. എങ്ങനെയാണ്? യാഗമായിട്ട് യേശു ചെയ്ത പോലെ നമ്മളത് ചെയ്യണം. ദുർനടപ്പ്, അശുദ്ധി, ദുരാഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം ഇതൊക്കെ മാറ്റിക്കളയണം. എൻ്റെയും നിങ്ങളുടെയും മേലൊരു ലേബലുണ്ട്, ബിലവഡ് ചൈൽഡ്. ബിലവഡ് ചൈൽഡ്. യെസ്, ഓൾ ദ ബ്ലെസ്സിങ് ഈസ് അവേഴ്സ്, ഇൻഹെറിറ്റൻസ് ഈസ് അവേഴ്സ് അല്ലേ? ഇവിടെയും അവൻ സൂക്ഷിക്കും. കാരണം ഞാൻ അവൻ്റേതാ. എൻ്റെ പിതാവ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എൻ്റെ അപ്പൻ ഓടിയെത്തും ഇല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഓടിയെത്തും അല്ലേ? അപ്പൻ്റെ കണ്ണ് എപ്പോഴും അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ പിതാവിൻ്റെ കണ്ണ് അതിനേക്കാളൊക്കെ എത്രയോ അല്ലേ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വി നോട്ട് ടു വറി അബൌട്ട് ദാറ്റ്. ദുഷ്ടനൊന്നും ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഞാനും നിങ്ങളും ദൈവ പൈതലാണെങ്കിൽ ഒരു ദുഷ്ടനും വന്ന് മെക്കെട്ട് കയറത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് ഉറപ്പാണ്. എന്നാൽ ഞാൻ ദൈവ പൈതലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്തോ ചെയ്യണം? ഞാൻ ചെയ്യേണ്ടുന്ന ചില കാര്യമുണ്ട്, ഞാൻ ഉത്സാഹിക്കേണ്ട ചില കാര്യമുണ്ട്.
സ്നേഹത്തിൽ നടക്കുവാൻ, ദുർനടപ്പ് മാറ്റുവാൻ, അശുദ്ധി മാറ്റുവാൻ. ഹല്ലേലൂയ, അത് എൻ്റെ കടമയാ. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നീ ഈ ഈ ഈ ഈ അശുദ്ധിയൊക്കെ ഒന്ന് വിട്ടുമാറിയിട്ട് ദൈവത്തെ അനുഗ്രഹിക്കും എന്ന പോലെ. എങ്ങനെ വേണം? ഒരു ക്രിസ്ത്യാനി എന്ന പോലെയല്ല, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ആളെന്ന രീതിയിലല്ല, ബട്ട് എ ബിലവഡ് ചൈൽഡ്, ഒരു പ്രിയ പൈതൽ എന്ന പോലെ നിങ്ങൾ അവനെ അനുകരിക്കണം എന്ന് പറയുകയാണ്. ഇനി ഒരു വാക്യം കൂടെ നമുക്കറിയാവുന്ന വാക്യമാണ്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:5. യേശുവിൻ്റെ അതേ ഭാവം, അല്ലേ? ദ സെയിം മൈൻഡ്, ദ സെയിം ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ്. നമ്മളിന്ന് പാടിയില്ലേ? ഞാൻ ചിന്തിക്കുകയാണ്, എനിക്കത് കിട്ടിയെങ്കിൽ എന്താ പറഞ്ഞത്? നമ്മളെന്താ പാടിയെന്നറിയോ? അവസാനത്തെ പാട്ടിൽ നമ്മൾ യേശുവിനെ പറ്റി എന്താ പാടിയത്? എൻ്റെ ഉയിരാണ്, ഉയിരാണ്, ഉയിരാണ് യേശു. എൻ്റെ ഉയിരാണ്. എത്ര പേര് പാടിയത്? എത്ര പേര് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പാടി? ഞാൻ ചോദിക്കട്ടെ. ഹല്ലേലൂയ. എൻ ഉയിരാണ്, ഉയിരാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ ജീവനാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ജീവനായിരിക്കുന്ന യേശുവിൻ്റെ സ്വഭാവം എനിക്ക് നിനക്കുണ്ടെങ്കിൽ എത്ര സൂപ്പറാണ്. ഹല്ലേലൂയ. അല്ലല്ലേ, ഈ എൻ്റെ ജീവനാണ്, എൻ്റെ ഉയിരാണെന്ന് പറയുന്ന യേശുവിൻ്റെ സ്വഭാവം എന്നിലുണ്ടെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായത് ഒന്നുമില്ല. പണമല്ല, സമ്പത്തല്ല, എനിക്ക് വേറെ ഒന്നും വേണ്ട. എൻ്റെ ഉയിരെന്ന് ഞാൻ പറയാൻ കാരണം അവനെ കണ്ടുകൊണ്ടാണ്. അവൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അവൻ്റെ സ്വഭാവം, അവൻ്റെ സ്നേഹം അത് കണ്ടിട്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ആ ഉയിരാണെന്ന് പറയുന്ന യേശുവിൻ്റെ സ്വഭാവം എനിക്കുണ്ടാകാൻ ഞാൻ എന്നാൽ മുഴുവതും ചെയ്യും. അവൻ എൻ്റെ ഉയിരാണ്. ഞാൻ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കും. അവൻ എൻ്റെ ഉയിരാണ്. അവൻ്റെ സ്വഭാവം എനിക്ക് വേണം. ഹല്ലേലൂയ. അതിനുവേണ്ടി അവൻ എന്നെ വിളിച്ചിരിക്കുന്നത്. വിളിച്ച വിശുദ്ധനൊത്തവണ്ണം വിശുദ്ധരായിരിപ്പിൻ. ദൈവ പൈതൽ, പ്രിയമകൻ, പ്രിയമകൾ എന്ന പോലെ അവനെ അനുകരിപ്പിൻ. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹമൊക്കെ നമുക്കുള്ളതാണേ. അതാരും കൊണ്ടുപോകത്തില്ല. അതൊരു ദുഷ്ടനും കൊണ്ടുപോകത്തില്ല. 100%. പാപം അകറ്റി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞെങ്കിൽ അത് ഒരാളും കൊണ്ടുപോകത്തില്ല. സ്തോത്രം. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ യേശുവിൻ്റെ സ്വഭാവം നമുക്ക്, ഞാൻ ഒരു കമ്പാരിസൺ എപ്പിസ്റ്റൽ, അതായത് ലേഖനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? ഈ പ്രിയ മക്കൾ ആയതുകൊണ്ട് നമുക്കുള്ള അവകാശവും പ്രിയ മക്കൾ ആയതുകൊണ്ട് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളും രണ്ടും പ്രിയ മക്കളാണ്. ആരെങ്കിലും നമ്മോട് പറയുകയാണെങ്കിൽ, ഞാൻ പ്രസംഗിക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രിയമക്കളായതുകൊണ്ട് പറയുമ്പോൾ ആ ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുമ്പോൾ രണ്ട് കാര്യം ഓർക്കണം. ഒന്ന്, യെസ്, പ്രിയ മകനാണ്, മകളാണ്, അവകാശം എൻ്റേതാണ്. അബ്രഹാമിൽ സകല അനുഗ്രഹങ്ങൾ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന എൻ്റെ ദൈവമാണ്. നോ ചേഞ്ച്. പരിശുദ്ധാത്മാവിനെ എന്നെ മുദ്ര വെച്ചിട്ടിരിക്കുന്നു. ആർക്കും എടുത്തു കൊണ്ടുപോകാൻ കഴിയത്തില്ല. പിശാചിന് പോലും പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, നോ ഡെവിൾ ക്യാൻ സ്റ്റീൽ ദാറ്റ്. കാരണം എൻ്റെ ദൈവം എന്നെ പ്രിയ പൈതലാക്കിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹി വിൽ ടേക്ക് കെയർ. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഐ ട്രസ്റ്റ് ഇൻ ഹിം. He will not allow anything that beyond, that will lose this, എന്താ പറയുക, എൻ്റെ അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്സ്. എന്നാൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്താണ്? അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എല്ലാ ലേഖനങ്ങളും എടുത്തു നോക്കിയാൽ, ഞാൻ കമ്പയർ ചെയ്തപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്. എല്ലാ ലേഖനങ്ങളിലും തുടക്കം ഒരു 30 to 40% പറഞ്ഞിരിക്കുന്നത് ഈ അവകാശത്തെക്കുറിച്ചാണ്. നിങ്ങൾ ആരാണ് ക്രിസ്തുവിൽ, who you are in Christ, and what is the position that you have, and what are the blessings that you have, and what is the inheritance that you have, who you are. അതേക്കുറിച്ചാണ് എല്ലാ ലേഖനങ്ങളിലും ഒരു 30 to 40% പറഞ്ഞിരിക്കുന്നത്. എന്നാൽ the rest of the epistle, നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓൾമോസ്റ്റ് 40 to 70% it talk about how you should imitate as a beloved child, how you should imitate God. Hallelujah. അപ്പോൾ കൂടുതൽ പ്രസക്തി ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എന്തോ ചെയ്യണം? അവനെ പിൻപറ്റുവാൻ, അവനെ അനുകരിപ്പാൻ നമ്മൾ പോകണം. ആരെങ്കിലും ദൈവപൈതലാണെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം നമ്മുടെ മനസ്സിൽ നിൽക്കണം. ഒന്ന്, ഞാൻ അവകാശിയാണ്. രണ്ട്, ഞാൻ അവനെ പിൻപറ്റണം. ഞാൻ അവൻ്റെ സ്വഭാവത്തിൽ വളരണം. ഞാൻ പ്രിയ പൈതലാണ്, യേശുവിൻ്റെ സ്വഭാവം എന്നിൽ വേണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം?
ഈ പദം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിൽക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ എല്ലാ ലേഖനങ്ങളും ഈ പൊസിഷൻ, അതായത് നിങ്ങൾ ആരാണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അബ്രഹാമിൻ്റെ അനുഗ്രഹമുണ്ട്, പ്രിയമക്കളാണ്, നിങ്ങളെ സ്നേഹിച്ചവനാണ് കൂടെയുള്ളത്, ആ ഉറപ്പിക്കും. ദ പൊസിഷൻ, the basic. Then keep on telling them, hey, you should not do this, you should do this, and this is how you can become, a child of God, this is how you need to improve. ഇതാണ് നമ്മൾ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് വന്നിട്ട് എന്താണ് ഈ അവകാശം എന്ന് പറയുന്നത്? എസ്റ്റാബ്ലിഷ്ഡ് വൺ ടൈം. ഒരു പ്രാവശ്യം നമ്മൾ വിശ്വസിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോൾ നമുക്ക് ലഭിച്ചതാണ്. ഇനി അതെന്താണ്? അതിനുവേണ്ടി നമ്മൾ ഓടി നടക്കണ്ട. ബൈ ഫെയ്ത്ത് വി ജസ്റ്റ് believe it and receive it. Amen. നിത്യത വരെ ദാറ്റ് ഈസ് അവേഴ്സ്. വേറെ ഒന്നിനും ഇടം കൊടുക്കരുത്, വേറെ ആർക്കും അത് വിഭാഗിച്ചു കൊടുക്കണ്ട. കുറേ പേര് ദുഷ്ടന് കുറേ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുറേ കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവരെ നിന്നൊക്കെ പിടിച്ചു മേടിക്കാൻ വേണ്ടി പിന്നെ അതിനുള്ള ഉപാധികളാണ്. നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഗീവ് ഇറ്റ് ടു ദം. എൻ്റെ ദൈവം എനിക്ക് തന്നത്, ഞാൻ വിശ്വസിച്ചപ്പോൾ എനിക്ക് തന്നത്, അത് എൻ്റേതാ. നോബഡി വിൽ ടേക്ക് ഇറ്റ് അവേ. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം. വൺ ടൈം നമുക്ക് ലഭിച്ച പ്രോമിസാണ്, ആൻഡ് ദാറ്റ് ഈസ് എ ഗിഫ്റ്റ്. എന്താണ് ഗിഫ്റ്റ്? എനിക്ക് ലഭിച്ച അവകാശം, എനിക്ക് ലഭിച്ച പൊസിഷൻ. ഞാൻ ദാസ്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പുത്രത്തിൻ്റെ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് വൺ ടൈം ഹി ഹാസ് ഡൺ ദാറ്റ്. നിത്യത, ദാറ്റ് ഈസ് ഓൾറെഡി വൺ ടൈം ഇറ്റ് ഈസ് പ്രോമിസ് ഓൺ മീ. ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കേണ്ട, അതിനുവേണ്ടി ഓടി നടക്കണ്ട. ബട്ട് ഐ ഷുഡ് ബിലീവ് അറ്റ് ഓൾ ടൈം. Maybe there are issues in my life. There may be difficult situations. But I am still child of God. I am still heir for the Abraham's blessing. നമ്മളത് ഒരിക്കലും വിട്ട് കളയരുത്. സ്തോത്രം, ആമേൻ. കർത്താവ് നമ്മെ അതിൽ കൊണ്ടുപോകട്ടെ. എന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. എന്താണ്? ഒരു പ്രാവശ്യം നമ്മുടെ ബേസിക് ആയിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ് എന്ത്? അവനെ അനുകരിക്കുന്നതും അവനെ പിൻപറ്റുന്നതും അവനെ പോലെ ആകേണ്ടതും ഡെയിലി നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യമാണ്. അവകാശം വൺ ടൈം നമുക്ക് ലഭിച്ചു, എസ്റ്റാബ്ലിഷ്ഡ്. എന്നാൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? അവനെ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഗിഫ്റ്റ് ആയിരിക്കുമ്പോൾ മറ്റെന്താണ്? അത് കണ്ടിന്യൂസ്ലി നമ്മളെ എന്ത് ചെയ്യുന്നു? കമാൻഡ് ചെയ്യുകയാണ്. യു മസ്റ്റ് ഡു ദിസ്, യു മസ്റ്റ് അവോയ്ഡ് ദിസ്, യു മസ്റ്റ് അക്സെപ്റ്റ് ദിസ്, ആൻഡ് യു മസ്റ്റ് ഡു ദിസ്. നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ കമാൻഡ് ചെയ്തിരിക്കുകയാണ്. എപ്പിസ്റ്റലുകളെല്ലാം മുഴുവൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. നമുക്കത് ഏറ്റെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അത് ഒരു പ്രാവശ്യം വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുമ്പോൾ ഇവിടെ നമുക്കത് എന്താണ്? ഓരോ ദിവസവും ഡെയിലി എഫേർട്ടാണ് നമ്മുടെ അവനെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നത്. ഞാൻ തലക്കെട്ട് കേട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് പ്രിയ മക്കൾ ആയിരിക്കുമ്പോൾ തന്നെ അത് ഒരേ പൊസിഷനാണ്. ബിലവഡ് ചിൽഡ്രൻ, ദ പൊസിഷൻ ആൻഡ് ദ ലൈഫ്. വി ഹാവ് ടു ലുക്ക് ഇൻ ടു ബോത്ത് ടുഗദർ. ഒന്ന് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മളായിരിക്കുന്ന പൊസിഷനെ കുറിച്ച് കൺഫേം ആയിട്ട് പറയുമ്പോൾ നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എൻ്റെ ഡ്യൂട്ടി ഉണ്ട്, ഞാൻ എടുക്കേണ്ട ചില ചുവടുകളുണ്ട്. അത് എവിടെയൊക്കെ വരണം? എൻ്റെ ഒരു സംസാരത്തിൽ വരണം. എൻ്റെ അവകാശത്തിന് വേണ്ടി ഞാൻ ഇനി ഒന്നും ചെയ്യണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. പക്ഷേ ഈ ബാക്കിയുള്ള 40 to 70% പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ എന്തോ ചെയ്യണം? എൻ്റെ ഓരോ തോട്ട് ഐ മസ്റ്റ് കൺട്രോൾ. Of course, we cannot do. We need to ask the Holy Spirit to guide us. Amen. എന്നാൽ that is what we need to do. ഇത് ചെയ്യണം, ഡെയിലി നിങ്ങൾ വേണം. കമാൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ? നിങ്ങളെടുത്ത് നോക്കിയേ, മുഴുവനും അതാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവകാശത്തിന് വേണ്ടി എന്താ? ഇല്ല, നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഇറ്റ് ഈസ് ഓൾറെഡി there. എന്നാൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയ മക്കൾ ആയതുകൊണ്ട് ഈ രണ്ടും എൻ്റെ മനസ്സിൽ ഒരുപോലെ നിൽക്കണം അല്ലേ? ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം ഈ അവകാശം എൻ്റേതാണ്. അതുപോലെ തന്നെ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ ട്രൈ ചെയ്യണം. ഈ പ്രിയ മക്കൾ ആയതുകൊണ്ട് ഞാൻ എൻ്റെ യേശുവിനെ അനുകരിക്കണം. ഈ പ്രിയ മകൻ പ്രിയ മകൾ ആയതുകൊണ്ട് ഞാൻ അവനെ പിൻപറ്റണം, അവനെപ്പോലെ ആകണം, അവൻ്റെ സ്വഭാവം എന്നിൽ വരണം എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ഞാൻ ഉറപ്പുള്ളവരായിരിക്കണം. എൻ്റെ അവകാശത്തെ പറ്റിയും എൻ്റെ ഇൻഹെറിറ്റൻസിനെ പറ്റിയും, അല്ലെങ്കിൽ ഇവിടെ
തൻ്റെ മകനായതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, പ്രിയ മകനായതുകൊണ്ട് എൻ്റെ മേലുള്ള എൻ്റെ ദൈവത്തിൻ്റെ പരിപാലനവും നടത്തിപ്പും അവൻ്റെ അനുഗ്രഹവും ഞാൻ എപ്പോഴും ബോധ്യമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. അത് ഏത് തരത്തിൽ വേണമെങ്കിലും അവൻ എന്നെ ചെയ്യാം, എന്നാൽ അവനിൽ നിന്നായിരിക്കണം എല്ലാം വരുന്നത്. സ്തോത്രം. എന്നാൽ അതേസമയം ഞാൻ കൂടുതൽ ഉത്സാഹിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഞാൻ എന്തു ചെയ്യണം? ഞാൻ അവനെ അനുകരിക്കാനായിട്ട്, ഇമിറ്റേറ്റ് മൈ ഗോഡ്, ഇമിറ്റേറ്റ്, അവനെ അനുകരിക്കണം. അത് എൻ്റെ ഡെയിലി ലൈഫിൽ വേണം, എൻ്റെ തോട്ട് പാറ്റേണിൽ വേണം, എൻ്റെ അല്ലേ ഓരോ നടപ്പിൽ അത് കാണണം, പ്രവൃത്തിയിൽ അത് വെളിപ്പെടണം, എൻ്റെ സ്നേഹത്തിൽ അത് വേണം. യേശുവിൻ്റെ സ്വഭാവം. ഹല്ലേലൂയ. ഞാൻ പാടിയപ്പോഴും എനിക്ക് അതുപോലെ വേണമേ എന്ന ആഗ്രഹത്തോടെ ഞാൻ പാടി. എൻ്റെ ഉയരായ യേശുവേ, ഞാനത് പാടുന്നുണ്ട്, അത് ഓർക്കുന്നു, എന്നാലേ നിൻ്റെ സ്വഭാവം കൂടെ എന്നിൽ വന്നാൽ. ഹല്ലേലൂയ. എത്ര അനുഗ്രഹമാണ്, എത്ര അനുഗ്രഹമാണ്. അവൻ്റെ സ്വഭാവത്തിൽ അവൻ ക്ഷമിച്ചതുപോലെ ഒന്ന് ക്ഷമിക്കാൻ പറ്റിയാലേ, അവൻ സ്നേഹിച്ചതുപോലെ ഒന്ന്, അല്ലേ നമ്മൾ പാടിയ ആവതില്ല, നീ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ഓരോ ദിവസവും ട്രൈ ചെയ്യണ്ടേ? എനിക്ക് എൻ്റെ യേശു സ്നേഹിച്ച പോലെ സ്നേഹിക്കും, കാരണം അവൻ എൻ്റെ ഉയിരാണ്. യേശു പാപത്തെ വെറുത്ത പോലെ എനിക്ക് വെറുക്കണം, കാരണം അവൻ്റെ ഉയിരാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇത് സാരമില്ല, ഒന്നല്ലേ, നമ്മൾ പരിശുദ്ധാത്മാവ് തീരെ അങ്ങ് പോയിട്ടൊന്നുമില്ല, ഇങ്ങനെയാണോ ഉയിരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്? അല്ല. എൻ്റെ ഉയിരാണെങ്കിൽ അവനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് എനിക്കൊന്നും വേണ്ട. ഹല്ലേലൂയ. എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണം. ഓരോ കാര്യങ്ങളും അതിന് കർത്താവിൽ തന്നെ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. മനുഷ്യനിൽ നിന്ന് ആശ്രയിച്ചിട്ട് നമുക്ക് ഇതിന് ജയം കിടാമെന്നൊന്നും വിചാരിക്കണ്ട. പക്ഷേ പരിശുദ്ധാത്മാവിന് പറ്റും, പരിശുദ്ധാത്മാവിന് കൊണ്ടുവരാൻ പറ്റും. ഒരു പക്ഷേ ഈ ലോകത്തിൽ വലിയ പൊസിഷനോ പവറോ നമുക്ക് കിട്ടിയിട്ടില്ലായിരിക്കും. കിട്ടുന്നത് നല്ലതാണ്, ദൈവം തരും, അല്ലേ? ഞാൻ പറയാറുണ്ട്, എൻ്റെ സ്നേഹിതൻ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച രണ്ടുപേര് കൈകോർത്തില്ലെങ്കിൽ ഒരുമിച്ച് പോയി ആ പ്രെയർ മീറ്റിങ്ങൾ അറ്റൻഡ് ചെയ്ത സതീഷ് ആണ് അടുത്ത 21-20 തീയതികളിലെ സിറ്റി ഹാർവസ്റ്റ് ചർച്ചിലെ ഇവിടെ ഇത് വരുന്നത്. ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. ഹല്ലേലൂയ. അദ്ദേഹമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അദ്ദേഹത്തിന് അധികമൊന്നുമില്ല, 35,000 അല്ല 350,000, 3.5 lakhs. എനിക്ക് 35 ആൾക്കാരുണ്ടല്ലോ ഇവിടെ. സോ ഗുഡ്. God may bring us to different level, and I am happy for God using him. അത് എനിക്ക് I am so privileged, അല്ലെങ്കിൽ so proud. കാരണം എൻ്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് ഒരു മീറ്റിംഗ് 2 പേരേ ഉള്ളായിരുന്നു. 30 പേരുള്ള ബാച്ചിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളായിരുന്നു പ്രെയർ മീറ്റിങ്ങിന് പോകുന്നത്. അതിൽ ഒരാൾ ഇന്ന് 350,000 ചർച്ചിൻ്റെ ലീഡറും ഞാൻ 35 ആളുടെ ചർച്ചിൻ്റെ ലീഡറുമാണ്. ഞാൻ പറയുമ്പോൾ സന്തോഷത്തോടെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അവൻ എന്നെ റിജക്റ്റ് ചെയ്തിട്ടില്ല, അല്ലേ? അവൻ എന്നെ റിജക്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ദൈവം അവനെ ഉയർത്തി. ഐ എം സോ പ്രൗഡ്. ഹല്ലേലൂയ. ദൈവം പല രീതിയിലായിരിക്കും നമ്മെ ഉപയോഗിക്കുന്നതും, അല്ലെങ്കിൽ എന്നാൽ അതുപോലെ ആകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് വേണമെങ്കിൽ ആക്കിക്കോട്ടെ. ദൈവം ആക്കിയിരിക്കുന്നത്, അവനും വിചാരിക്കണം എന്നെ ആക്കിയതാരാണ്? ദൈവമാണ്. സ്തോത്രം. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ നമ്മുടെ ദൈവത്തിൽ നമുക്കുള്ള അനുഗ്രഹങ്ങൾ, ദൈവത്തിൽ നമുക്കുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി, അതിന് മാറ്റം വരാൻ പാടില്ല. ഹല്ലേലൂയ. അവൻ നമ്മെ കരം പിടിച്ച് നടത്തട്ടെ. ഞാനിത് ഷെയർ ചെയ്യാൻ കാരണം, അന്ന് എന്നോട് എന്തിനാണ് എൻ്റെ ദൈവം, ഞാൻ മറ്റൊരു ചിന്തയിൽ അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഈ ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ. ഞാൻ വിചാരിക്കുന്നു എനിക്കും നമ്മുടെ ചർച്ചിനും നമുക്ക് ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്, നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ അവകാശികളാണ്. യെസ്, ദാറ്റ് ഈസ് ട്രൂ. സോ വാട്ട്, ഐ ഓൾറെഡി നോ ദാറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഫോർ മീ ആൻഡ് ഐ ആം വിതിൻ ദാറ്റ്. സ്തോത്രം. ഞാൻ മറന്നിരിക്കുന്ന സമയമാണെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. യു നീഡ് ടു റിമെമ്പർ. ഹല്ലേലൂയ. യു ആർ ചൈൽഡ് ഓഫ് ഗോഡ് and you have the inheritance and it is for you. Nobody will take from you. Yes. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ഞാൻ ഈ ബേസ് മനസ്സിലാക്കിയിട്ട് ഞാൻ മുന്നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രിയ മകൻ ചെയ്യേണ്ട പ്രവൃത്തി ഞാൻ ചെയ്യണം. ഈ പ്രിയ മകൻ എന്നുള്ള ലേബല് അത് നിലനിൽക്കാൻ വേണ്ടി ഞാൻ ചിലത് ചെയ്യണം. ഹല്ലേലൂയ. അവനെ അനുകരിക്കണം, അവനെപ്പോലെയാകണം. അത് ചെറിയ സ്റ്റാൻഡേർഡ് ഒന്നും അല്ല കേട്ടോ. ഒരു സൗരഭ്യ വാസനയായിട്ട് യേശു കൊടുത്തതുപോലെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും പറ്റുമോ? എന്നാൽ നമുക്ക്
അതിനായി ഉത്സാഹിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ വരികൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാ ദിവസവും എഴുന്നേറ്റ് നിന്നാട്ടെ. നമുക്ക് ഹല്ലേലൂയ, നമ്മൾ ക്രിസ്തുവിലുള്ള നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. എന്നാൽ അതേസമയം നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് നമ്മൾ ഹല്ലേലൂയ ഞാൻ ദൈവ പൈതലാണ്, ഇയാൾ ദൈവത്തിൻ്റെ പൈതൽ പ്രിയ ഇല്ല, വെറും മകനാണ് എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ സ്റ്റാറ്റസ് നോക്കണ്ട. അവൻ ഏത് സാഹചര്യത്തിലിരുന്നാലും അവൻ പ്രിയ പൈതലാണ്, അവൻ്റെ മേൽ അവകാശമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ ഏത് സാഹചര്യത്തിലിരിക്കുന്ന ആളും റെസ്പോൺസിബിൾ ആണ് ടു ബിക്കം എ ചൈൽഡ് ഓഫ് ഗോഡ് ലൈക്ക് ഹൗ ജീസസ് വാസ്. ആമേൻ. ഹല്ലേലൂയ. പാട്ടുപാടി നമുക്ക് അല്പസമയം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ഉയിരാണ്. ഹല്ലേലൂയ. നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ ജീവനാണ്. അവനെ പോലെ ആകണം. ഇതിനായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം, ഇതിനായിരിക്കട്ടെ നമ്മുടെ ജീവിതം, ഇതിനായിരിക്കട്ടെ നമ്മുടെ പ്രവൃത്തി മുഴുവനും. അപ്പാ നിന്റെ പ്രാർത്ഥനയാണ്. അപ്പാ നിന്നെ പോലെ ശോഭിക്കണം അപ്പാ. പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഈ സമയം ബിൻസീസർ പ്രാർത്ഥനയെ ലീഡ് ചെയ്താട്ടെ. കേട്ട വചനത്തെ ഹല്ലേലൂയ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ദൈവ മക്കളാണ്. ഹല്ലേലൂയ. ബിലവഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ആണ്. അതിലൊരു മാറ്റമില്ല. എന്നാൽ ആ പദവിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, ആ പദവിയിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട്, ആ അവകാശത്തിൽ പൂർണ്ണമായും നമ്മെ തന്നെ ഉറപ്പിച്ചുകൊണ്ട് നമുക്കൊരു നല്ല ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ നയിക്കുവാൻ കഴിയണം. മറ്റുള്ളവരെ സ്നേഹിച്ച്, മറ്റുള്ളവരെ സേവിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെയും കൂടെ ദൈവരാജ്യത്തിലേക്ക് നേടിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ബിൻസീസർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ നല്ല സമയത്തിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി, ഓർമ്മപ്പെടുത്തലുകൾക്കായിട്ട് കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരോടും കർത്താവെ അവിടുന്ന് സംസാരിച്ചതിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠ പദവിക്കായിട്ട്, ആ അവകാശത്തിനായിട്ട് കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ ഞങ്ങളുടെ അവകാശം കർത്താവെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കാതെ കർത്താവെ അങ്ങേ അനുകരിച്ചുകൊണ്ട് കർത്താവെ അങ്ങയിലുള്ള ഭാവം ഞങ്ങൾ കർത്താവെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവെ ഓരോ ദിവസവും കർത്താവെ ജീവിപ്പാൻ, ഓരോ നിമിഷവും ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഈ ലോകത്തിലെ പ്രയാസങ്ങൾ, കഷ്ടങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കർത്താവെ ഞങ്ങൾക്ക് തന്ന ആ നിത്യത എന്ന അവകാശത്തിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ ഉറപ്പിനായിട്ട് കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും കർത്താവെ അങ്ങേ കർത്താവെ അനുകരിപ്പാൻ
കർത്താവെ ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവെ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കത് പറ്റുകയില്ല എങ്കിലും കർത്താവെ ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവെ. ഞങ്ങളുടെ വാക്കോ ഒരു ചിന്തയോ ഒരു നോട്ടമോ കർത്താവെ ആർക്കും ഇടർച്ച വരാതെ വണ്ണം കർത്താവെ മറ്റുള്ളവർ കർത്താവെ അവിടുന്ന് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ മറ്റുള്ളവർക്ക് കർത്താവെ ഒരു തണുപ്പായിരുന്നത് പോലെ, രോഗിക്ക് വൈദ്യനായിരുന്നത് പോലെ കർത്താവെ, ആവശ്യമുള്ളവർക്ക് സഹായനായിരുന്നത് പോലെ കർത്താവെ ഓരോ മനുഷ്യരുടെ അവസ്ഥകൾ ഇറങ്ങിച്ചെന്ന് കർത്താവെ അവിടുന്ന് സഹായിച്ചതുപോലെ കർത്താവെ ആ കനുവും സ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഷ്ടം അനുഭവിച്ചപ്പോഴും കർത്താവെ ഒന്നും മിണ്ടാതെ പിതാവിനെ അനുസരിച്ചതുപോലെ ആ വലിയ അനുസരണ ഭാവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലോകത്തിലുള്ള ഒരു വസ്തുവും കർത്താവെ ഞങ്ങളുടെ അവകാശത്തെ എടുത്തു കളയുവാൻ അവിടുന്ന് സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ സഹായം വേണം കർത്താവെ. ഞങ്ങളെ കർത്താവെ ഞങ്ങൾക്ക് തരുന്ന വരങ്ങൾ കർത്താവെ മറ്റുള്ളവരെ അങ്ങയിലേക്ക് അടുപ്പിക്കുന്നതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ വലിയ സ്നേഹമാണല്ലോ ഞങ്ങളെ എല്ലാവരെയും ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവെ. അറിയാതെ ആരും ഇവിടെ വന്നിട്ടില്ലല്ലോ. അവിടുത്തെ പദ്ധതി പ്രകാരമാണല്ലോ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് സ്തോത്രം. നിന്റെ മകനെ എടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. വരും കാലങ്ങളിൽ കർത്താവെ കൂടുതലായി ഉപയോഗിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. തന്നവാസത്തിനായിട്ട് സ്തോത്രം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ദേശങ്ങളിലിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ ദൈവം നമുക്ക് നൽകി തന്നല്ലോ. തുടർന്നുള്ള സമയം നമുക്ക് കുട്ടികളുടെ സെഷനാണ്. കുട്ടികളുടെ വീഡിയോ ഇടുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് സ്തോത്രാഴ്ച എടുക്കുകയും ചെയ്യാം.
ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കുട്ടികൾക്ക് പാട്ടുകൾ പാടുവാനും വാക്യങ്ങൾ അവർ ഓർത്ത് പറയാനും എല്ലാം ദൈവം ഒരു സാഹചര്യം അവർക്ക് കൊടുത്തതിനെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സമയം കുട്ടികൾക്കും ടീച്ചേഴ്സിനും സാക്ഷ്യത്തിനുള്ള അവസരമാണ്. എനി ടെസ്റ്റിമണി ഫോർ ചിൽഡ്രൻ ഓർ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്? I thank God in Sunday school we're doing a video. They're doing a video in Sunday school, so I thank God that my daddy go Taiwan. He come back by this Saturday. let's pray for Eisen Brothers' journey. Tomorrow I'm going to have a show and tell on stage. Please pray for me. Please pray for Aiden. Tomorrow he's having a show and tell in front of the whole school. And okay, not in front of the whole school, in front of his student care, student care center. Okay. Anybody else? Daviel, do you have anything to say? ടീച്ചേഴ്സിന് ആർക്കെങ്കിലും സാക്ഷ്യമുണ്ടോ? ഇല്ലെങ്കിൽ ഈ സമയം നമുക്ക് പ്രത്യേകിച്ചും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ അടുത്ത ഓഫറിങ്ങിന് വേണ്ടിയിട്ടും ആരോൺ പ്രത്യേകം പ്രാർത്ഥിച്ചാട്ടെ. Lord, dear Heavenly Father, I pray for this day, Lord. I pray that you bless this day, Lord. I pray for us children, Lord. I pray that you help us, Lord. Whatever we need help with, Lord. I pray that you bless us in our academics, Lord. Help us to get great marks, Lord. I pray for the offering, Lord. I pray that you will you'll bless this offering, Lord. Thank you, Lord. In Jesus' name I pray, amen. Amen. Good job, Anna. സ്തോത്രം. ദൈവം നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ചു. ഈ സമയം അങ്കിള് കൺവെൻഷനെ പറ്റി പറയാനുള്ളത് ഷെയർ ചെയ്തിട്ട്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകമായിട്ടും എല്ലാവരും ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ഉള്ളപ്പോൾ വി വുഡ് ലൈക്ക് ടു ജസ്റ്റ് ടോക്ക് അബൌട്ട് ദ കൺവെൻഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഹാവ്. അല്ലേ? ഓക്കെ, ലേറ്റർ. പ്രത്യേകമായിട്ടും കൺവെൻഷൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഗോഡ് ഗിവൺ നമ്പർ നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മളൊരു 200 എന്നുള്ളൊരു ഫിഗർ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഈ കൺവെൻഷന്. ഇതുവരെ നമ്മൾ 105 പോയിട്ടുള്ളൂ. കഴിഞ്ഞ സൺഡേ വളരെ ഭംഗിയായിട്ട് അതിനുള്ള ചില പ്ലാനുകൾ, പദ്ധതികൾ പ്രിയപ്പെട്ട ടൈറ്റസ് ബ്രദർ വളരെ ഭംഗിയായിട്ട് അതിനെ നമ്മളെ മുന്നിൽ കാണിച്ചു തന്നു. നമുക്കെല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും അതിനുവേണ്ടി ഉത്സാഹിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കറിയാം, ഞാൻ വിചാരിക്കുന്നു ഇന്ന് സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ പലരും അതേപ്പറ്റി പറയുമായിരിക്കാം. ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ കൺവെൻഷൻ എന്നുള്ളത്. അതായത് ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ എല്ലാവർക്കും അത് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നമുക്ക് ചെയ്യാനുള്ളൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഗ്രേറ്റ് കമ്മീഷന് ഒരു ഭാഗമാകുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കൺവെൻഷൻ. അല്ലേ? ചർച്ച് നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇനി നമുക്ക് ഒരു മാസമില്ല, അല്ലേ? ചില ആഴ്ചകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നമുക്കതിനുവേണ്ടി ഉത്സാഹിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത നമുക്ക് ഓക്കെ, ദൈവം നമുക്ക് പല പല ടാലന്തുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം, അല്ലേ? എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്തയാണ് ഇന്ന് ടൈറ്റസ് ബ്രദർ എന്നെ ഓർമ്മിച്ചു എന്ന് പറയുകയാണെങ്കിൽ നല്ലത് എന്നുള്ളത്. അതായത് ദൈവം നമുക്ക് സമയം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കറേജ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ജനറോസിറ്റി പലതും തന്നിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് രക്ഷയുടെ സന്തോഷം തന്നിട്ടുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ ദൈവത്തിൽ കാണും, നമ്മൾ താലന്ത് ദൈവം കൊടുത്തിരിക്കുന്നു. അപ്പോൾ എനിക്കൊന്നും ഇല്ല എന്ന് ആരും ചിന്തിക്കേണ്ട. ഒന്നുകിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അവരെ എൻകറേജ് ചെയ്യാനായിട്ട് പല തരത്തിൽ ദൈവം നമുക്ക് താലന്തുകൾ തന്നിട്ടുണ്ട്. എന്നാൽ ആ തന്ന താലന്തുകൾ നമ്മൾ എന്തോ ചെയ്യണം? നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യാനും നമ്മളത് യൂസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ വിചാരിക്കും നമ്മളത് മിഷന് പോകുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി മിഷനറി എന്ന് പറയുന്നവർക്ക് മാത്രമാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ കൺവെൻഷൻ നമുക്കിനി ചില ആഴ്ചകളേ ഉള്ളൂ, 2-3 വീക്സ് നമ്മുടെ മുന്നേ ഉള്ളൂ. നമ്മളെ കൊണ്ടാവുന്നത്ര ആർക്കും ഇനി കിട്ടിയിട്ടില്ല എന്ന് പറയരുത്. സമയം തന്നിട്ടുണ്ടെങ്കിൽ ഈ കൺവെൻഷന് വേണ്ടി എന്ത് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ നമുക്ക് കോൺടാക്ട്സ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതുപോലെ ജനറോസിറ്റി, അതുപോലെ തന്നെ നമുക്ക് ഏതിലാണ് നമ്മുടെ ദൈവം നമ്മെ കൂടുതലായിട്ട് എന്താ പറയുക ഒരു അനുഗ്രഹിച്ചിരിക്കുന്നതെങ്കിൽ അത് കർത്താവിന് വേണ്ടി പറയും. നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇന്നലെ ടൈറ്റസിനോട് പറഞ്ഞു, അങ്കിളിൻ്റെ ജോബ് വേണമെങ്കിൽ 1 മാസത്തേക്ക് മാറ്റി വെച്ചോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ കാരണം സമയമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇഫ് വി ക്യാൻ പോസ്റ്റ്പോൺ certain things, maybe after the convention you can do it, continue to do it, but then if you can try to do accommodate something which is beneficial for the convention. അപ്പോൾ അതുകൊണ്ട് ചെയ്യുക. നമ്മളത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത്, നമ്മൾ ആ 2 താലന്തും 5 താലന്ത് കിട്ടിയാൽ എന്തെങ്കിലും അവർ കിട്ടിയത് അവർ ചെയ്തു. എന്നാൽ 1 താലന്തുള്ളവൻ വന്ന് നിന്നൊരു നിൽപ്പുണ്ട് അല്ലേ? അവൻ വന്ന് നിന്നപ്പോൾ ഞാനിത് തന്ന താലന്ത് ഞാൻ വേറെ ആരും അല്ലേ കൊണ്ടുപോയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൺവെൻഷന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ടാകാം. എന്നാൽ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു? അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ കൺവെൻഷന് ഞാൻ എന്താ വന്നിരിക്കണു എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. നമുക്ക് തന്നിരിക്കുന്ന ഈ 3 ആഴ്ചയിലെ നമ്മൾ കർത്താവിന് വേണ്ടി ചിലരെ കൊണ്ടുവരാൻ, പലരും അതിനുവേണ്ടി അധ്വാനിക്കുന്നു, പലരും അതിനുവേണ്ടി ഉത്സാഹിക്കുന്നു. ഞാൻ പ്രത്യേകമായിട്ട് രാജാമണി ബ്രദറെ എടുത്ത് പറയുകയാണ്. അദ്ദേഹം അതിനുവേണ്ടി ഇന്നിപ്പം ആ പ്രിയ മറന്നുപോയി പേര്, രമണനെ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. ലെറ്റ് us do what we can. നമുക്ക് അതിനുള്ള സൗകര്യങ്ങളില്ല, അല്ല നമുക്ക് അതിന് വേണ്ടുന്നതായ സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ഹാർട്ടില്ല, എനിക്കറിയത്തില്ല. വാട്ട് എവർ ഗോഡ് ഹാസ് ഗിവൺ യു മേക്ക് പുട്ട് ഇൻ ടു ഗുഡ് യൂസ്. ഓക്കെ, ദൈവം തീർച്ചയായിട്ടും അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആയിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഇവിടേക്ക് 2 പേരായിട്ട് ദൈവം അയച്ചത് ഓർക്കുന്നുണ്ടല്ലോ, യേശു അല്ലേ? അവർ 2 പേരായി അയച്ചപ്പോൾ അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു അല്ലേ, അവർക്ക് അതിനുള്ള പരിചയമില്ലായിരുന്നു. അവർ പോയി. എന്നാൽ അവർ വെറുതെ വന്നില്ല. അവർ വന്നത് സാക്ഷ്യമായിട്ടാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പ് തരികയാണ്, കർത്താവിന് വേണ്ടി ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും മുന്നോട്ട് വെച്ചാൽ അതിൽ നിന്ന് വലിയ സാക്ഷ്യമായിട്ടായിരിക്കും നിങ്ങളിവിടെ വരുന്നത്. അതുകൊണ്ട് ടെസ്റ്റ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഈ കൺവെൻഷന് വേണ്ടി ചിലത് ചെയ്യാനായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, യേശു അവരെ ഒരു പരിചയമില്ലാത്തവരെയാണ് അവരെ അയച്ചത്. എന്നാൽ യേശു അയച്ചത് അതുകൊണ്ട് അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പല സാക്ഷ്യങ്ങളും ഉണ്ടായി. അവർ തിരിച്ചു വന്ന് ആ സാക്ഷ്യം പറയുവാനിടയായി തീർന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല സംഭവിച്ചത്. അപ്പോൾ യേശു അവരൊന്ന് അടക്കിയിട്ട് പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കുന്നതിനല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. പക്ഷേ ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ടെസ്റ്റിമണികൾ ഉണ്ടാകും. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇറങ്ങിയില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഇറങ്ങിയവരോട് ചോദിച്ചാൽ പറയും, there are a lot of testimonies to tell. അതുകൊണ്ട് നല്ല സാക്ഷ്യങ്ങളായിട്ട് ദിവസങ്ങളിൽ കാണട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യെസ്, രാജാമണി ബ്രദറിന് കൈയടിക്കണം തോന്നുന്നു. നിങ്ങൾക്ക് ആർക്ക് കൈയടിക്കണം തോന്നിയില്ല? Children can be released for Sunday school now. ഈ സമയം സാക്ഷ്യത്തിനുള്ള അവസരമാണ്. നമുക്ക് പ്രത്യേകിച്ച് സമയം യൂട്ടിലൈസ് ചെയ്യാം. ആദ്യമായിട്ട് ഓൺലൈനിൽ കൂടിയിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ ഈ സമയം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറ്റുമെങ്കിൽ വീഡിയോ ഓണാക്കാം.